കാന്തപുരം കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇത് എല്ലാ രീതിയിലും ചർച്ചയായതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം തൊട്ട് ABC-യും മീഡിയ മലയാളവും ഒക്കെ പറയുന്നത് ഈ വർഗീയത പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല, BJP ഭരിക്കുമ്പോൾ മുസ്ലിങ്ങൾ ഇന്ത്യക്ക് പുറത്തു പോകേണ്ടി വരും എന്നൊക്കെ നിരന്തരം ഇങ്ങനെ വായ്ത്താളം അടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വലിയൊരു അടിയാണ് കാന്തപുരം കഴിഞ്ഞ ദിവസം നൽകിയത്. മോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കാന്തപുരം പറഞ്ഞത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം സുരക്ഷിതരാണ്, ഇന്ത്യയിലെ പള്ളികളും മദ്രസകളും എല്ലാം സുരക്ഷിതരാണ്, ഇവിടെ മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് കൃത്യമായി കാന്തപുരം പറഞ്ഞു. ഇത് പലർക്കും ചെകടത്തടിച്ച ഒരു അടി പോലെയാണ് പലർക്കും തോന്നിയത്, കിട്ടിയത് എന്നുള്ളതാണ്. നമുക്ക് ഒരു മതാചാര്യൻ, സമസ്തയുടെ ഒരു നേതാവ്, ഒരു 94 വയസ്സുള്ള ഒരു മുതിർന്ന അല്ലെങ്കിൽ അത്രത്തോളം പ്രായാധിക്യമുള്ള ഒരു നേതാവ് നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നിട്ട് നരേന്ദ്രമോദിയെ കാണണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇത്രയും പ്രായമുള്ള കാന്തപുരം എന്തിനാണ് നരേന്ദ്രമോദിയെ കാണാൻ പൊടുന്നനെ ഡൽഹിക്ക് പോയത് എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. മാത്രമല്ല ഇവിടെ കാന്തപുരം കാണാൻ പോകുമ്പോൾ, കാന്തപുരത്തിനെ നരേന്ദ്രമോദി സന്ദർശിക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്നത് ആരാണ്? അജിത് ഡോവലാണ്. അജിത് ഡോവൽ നമുക്കറിയാം, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അജിത് ഡോവൽ. അജിത് ഡോവലും നരേന്ദ്രമോദിയും ഒപ്പമുള്ളപ്പോഴാണ് കാന്തപുരം നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കാന്തപുരം ഒരു വലിയ പോസ്റ്റ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു. ഏകദേശം 10 മിനിറ്റത്തെ കൂടിക്കാഴ്ച എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 10 മിനിറ്റ് കൊണ്ട് ഇത്രയും കാര്യങ്ങൾ നരേന്ദ്രമോദിയോട് കാന്തപുരം പറഞ്ഞു. അല്ലെങ്കിൽ കാന്തപുരം ഏതെങ്കിലും തരത്തിലുള്ള രഹസ്യ വിവരം നരേന്ദ്രമോദിയെയും അജിത് ഡോവലിനെയും അറിയിക്കാനായി പോയതാണ്. പ്രത്യേകിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഉള്ളപ്പോൾ തന്നെ കാണണം എന്ന് കാന്തപുരം പറഞ്ഞോ, അതോ അജിത് ഡോവലിനെ കൂടി എനിക്ക് കാണണം എന്ന് കാന്തപുരം പറഞ്ഞിരുന്നോ? ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ കേരളത്തിൽ നമുക്കറിയാം, ഈ ഇസ്ലാമിക ഭീകരവാദം തഴച്ചു വളരുകയാണ്. അത് കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഒക്കെ പലതും വേര് നമ്മൾ മുറിച്ചു കളയുമ്പോഴും അത് പിന്നെയും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ അൽഫല യൂണിവേഴ്സിറ്റിയിലൊക്കെ ഡോക്ടർമാരായി പഠിച്ചിറങ്ങിയവർ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നു. അവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ ആ കോളേജിൽ ഒരു മുറി വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പല ലാബുകളിലും ബോംബുകൾ ഉണ്ടാക്കേണ്ട മരുന്നുകളുടെ പരിശോധനകൾ വരെ നടന്നിട്ടുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഡിസംബറിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് വരാനിരിക്കുന്ന സമയത്താണ് ഇവിടെ ഒരു ബോംബ് സ്ഫോടനം നടന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് ഇന്ത്യയെ വലിയ തരത്തിൽ ഞെട്ടിച്ചു എന്നുള്ളതാണ്. കാരണം ഡോക്ടർമാരുടെ ഒരു സംഘം, ഇതുവരെ പലരും വൈറ്റ് കോളർ ടെററിസം എന്നുള്ളത് പല ആവർത്തി പറയുമ്പോഴും പലരും അതിനെ വലിയ ഗൗരവത്തോടെ എടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സാധ്യത ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാണ് പലരും അത്തരത്തിൽ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ആരെയും വിശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥയില്ല. അത്തരത്തിൽ അതിലുണ്ടായിരുന്ന ചിലർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്നു എന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തരത്തിൽ അവർ ആരെയൊക്കെ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള നമുക്കറിയാം. നേരത്തെ ഈ സത്യസരണിയുമായി ബന്ധപ്പെട്ട് മതം മാറ്റ പല തരത്തിലും ഉണ്ടായിരുന്നു. അതായത് പല മതത്തിലുള്ള പെൺകുട്ടികളെ പ്രണയത്തിന്റെ പേരിൽ നടിച്ച് സത്യസരണിയിൽ എത്തിക്കുകയും പിന്നീട് മതം മാറ്റുകയും അവരെ ആടുമേക്കാൻ വിടുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. പോയവരാരും തിരിച്ചു വന്നിട്ടില്ല. നിമിഷപ്രിയയുടെ അമ്മ ഇപ്പോഴും കിടന്ന് കരയുകയാണ്. നിമിഷപ്രിയ തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചിട്ട് പോലും ഇന്ത്യൻ സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? തീവ്രവാദത്തിന് പോയ ഒരാളാണ്. എന്ത് വിശ്വസിച്ചാണ് അവരെ തിരിച്ച് നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ അതിൽ എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ കഴിയും? നമുക്ക് എപ്പോഴും ഇമ്പോർട്ടന്റ് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയാണ്. പാകിസ്ഥാൻ പോലും നമ്മളെ അടിക്കുമ്പോൾ നമ്മൾ 100% ഇരട്ടിയോടെ തിരിച്ചടിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടുത്തെ ജനങ്ങളെ അല്ല, ഭീകരപ്രവർത്തനം നടത്തുന്നവരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുന്നത്. തിരിച്ച് പാകിസ്ഥാൻ അങ്ങനെയല്ല ഇന്ത്യയോട് കാണിക്കുന്നത് എന്നുള്ളത്. പക്ഷെ ആ മര്യാദ ഇന്ത്യ എപ്പോഴും പാകിസ്ഥാനോട് കാണിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇവിടെ അത്തരത്തിൽ കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ആരെങ്കിലും വളമിട്ട് തുടങ്ങിയോ, അത്തരത്തിൽ ഏതെങ്കിലും ചെടി നട്ട് ആരെങ്കിലും വളമിട്ട് തുടങ്ങിയോ എന്നുള്ള ഒരു ആശങ്ക കാന്തപുരത്തിനുണ്ടോ എന്നുള്ളതാണ് ചോദ്യം.
94 വയസ്സുള്ള വീൽ ചെയറിലിരിക്കുന്ന, നടക്കാനൊക്കെ അദ്ദേഹത്തിന് പ്രായാധിക്യം കാരണം ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയുള്ള കാന്തപുരം നിമിഷപ്രിയയുടെ കാര്യം സംസാരിക്കാൻ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം നിമിഷപ്രിയയ്ക്ക് വേണ്ടി കാന്തപുരം സംസാരിച്ചു. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചു. വധശിക്ഷയിൽ ഇളവുകൾ നൽകും എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുമ്പോൾ അതിനുവേണ്ടി മാത്രമാണോ കാന്തപുരം നരേന്ദ്രമോദിയെ കണ്ടത്? അല്ല. കാന്തപുരം നരേന്ദ്രമോദിയെ കാണുന്നതിലപ്പുറം ഒരുപക്ഷെ നരേന്ദ്രമോദിയെ മർക്കസ് ഈ യാത്ര അല്ലെങ്കിൽ ഈ കൂടിക്കാഴ്ചയിൽ മർക്കസ് സുവർണ ജൂബലിയുടെ ഉദ്ഘാടനത്തിനോ അല്ലെങ്കിൽ ആ ആഘോഷത്തിനോ നരേന്ദ്രമോദിയെ ക്ഷണിച്ചിട്ടുണ്ടാകുമായിരിക്കാം. അതിന് മോദി വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. കാരണം മുസ്ലിം സമുദായത്തോട് എപ്പോഴും ഒരു അകൽച്ച പാലിക്കുന്ന ആളാണ് നരേന്ദ്രമോദി എന്നൊക്കെയാണ് ഇവിടെ പലരും പറഞ്ഞുണ്ടാക്കുന്നത്. അല്ലെ BJP അങ്ങനെയാണെന്നാണ് പലരും പറഞ്ഞുണ്ടാക്കുന്നത്. അവിടെ അത് അങ്ങനെ അല്ല എന്നൊരുപക്ഷെ തിരുത്തി കുറിക്കാൻ നരേന്ദ്രമോദി എത്തുമായിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ അജിത് ഡോവലിനെ എന്തിനായിരിക്കും കാന്തപുരം കണ്ടത്? ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലിന്റെ കാര്യം നമുക്കറിയാം. ലോകത്തെ മുഴുവൻ ഭീകരവാദികൾക്കും ഒരു പേടി സ്വപ്നമാണ് അജിത് ഡോവൽ എന്ന് പറയുന്ന ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ്. 7 വർഷത്തോളം പാകിസ്ഥാനിൽ ചാരവൃത്തി നടത്തിക്കൊണ്ട്, അല്ലെങ്കിൽ 7 വർഷത്തോളം പാകിസ്ഥാനിൽ ഒളിച്ചു താമസിച്ചാണ് പാകിസ്ഥാന്റെ രഹസ്യങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിച്ചത്. പാകിസ്ഥാന്റെ മുക്കും മൂലയും അറിയാവുന്ന ആളാണ് അജിത് ഡോവൽ എന്ന് പറയുന്നത്. മാത്രമല്ല, ഇന്ത്യക്ക് വിലങ്ങ് തടിയാവുന്ന ആളുകളെ അവിടെ പോയി തീർക്കുന്ന അജ്ഞാതന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ആ അജ്ഞാതന്മാരിൽ അവരെ വിടുന്നതും അജ്ഞാതന്മാർ എങ്ങനെയാണ് അവിടെ എത്തുന്നതും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും ലോകത്തിന് വളരെ സംശയമായി നിൽക്കുകയാണ്. അതിൽ അജിത് ഡോവലിന്റെ കൈകൾ ഉണ്ട് എന്ന് പറയുന്നത് നമുക്കറിയില്ല. എന്തായാലും ഈ പാകിസ്ഥാനിലെ ആഭ്യന്തര കലാപം തന്നെ, പാകിസ്ഥാനിൽ ബലൂജികൾ നടത്തുന്ന ആഭ്യന്തര കലാപത്തിൽ ബലൂജികൾക്ക് ചില ആയുധങ്ങളും അവർക്ക് വേണ്ട സാധനങ്ങളും ഒക്കെ എത്തിക്കുന്നത് ഇന്ത്യ ആണെന്നുള്ള ചില ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യ അതിൽ ഒരിക്കലും ഞങ്ങളാണ് അവരെ സഹായിക്കുന്നത് പറഞ്ഞില്ല. കാരണം ഒരു രാജ്യത്തിനകത്ത് കയറി ആഭ്യന്തര കലാപം ഉണ്ടാക്കുന്ന പണിയൊന്നും ഇന്ത്യ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് ഇതിനു മുൻപേ അത് ചെയ്യാമായിരുന്നു. അപ്പൊ അത്തരത്തിൽ എവിടെ കലാപം ഉണ്ടായാലും അല്ലെങ്കിൽ എവിടെ ഒരു തീവ്രവാദ ശക്തികൾ ഉടലെടുത്താലും അവിടെയൊക്കെ രക്ഷകരായി പല അജ്ഞാതരും എത്തുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോ നമ്മുടെ ലേയിൽ ജൻസി കലാപം ഉണ്ടായപ്പോഴും ഇതുപോലെയാണ്. വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമെന്നും അത് ഇന്ത്യയെ ഒരുപാട് തരത്തിൽ ബാധിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവിടെ അമിത്ഷായുടെ നേതൃത്വത്തിൽ പെട്ടെന്ന് ചർച്ചകൾ ഉണ്ടാകുന്നു. അതിന്റെ പ്രധാനിയെ വാങ് ചുക്കിനെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് അവിടെ ശാന്തമാകുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടു. അപ്പൊ ഇതിന്റെ ഒക്കെ പിന്നിൽ അജിത് ഡോവലിന്റെ കരങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നമ്മളത് കൃത്യമായി കണ്ടതാണ്. 9 ഭീകര കേന്ദ്രങ്ങൾ കൃത്യമായ ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ ആക്രമിച്ചത്. അവിടുത്തെ ആദ്യ തൊട്ടടുത്തിരുന്ന പള്ളികൾക്ക് പോലും ഒരു പ്രശ്നവും ഉണ്ടാകാതെ 9 ഭീകര താവളങ്ങൾ ആക്രമിച്ചുകൊണ്ട് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. കിരാന ഹിൽസിൽ ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന കിരാന ഹിൽസിൽ ബ്രഹ്മോസ് മിസൈൽ വർഷിച്ചു എന്ന് പറയുമ്പോഴും അന്ന് ആണവായുധങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ പാകിസ്ഥാൻ ഉണ്ടാകാൻ പോകുന്ന നാശം എന്താണെന്ന് നമ്മൾ വിവരിക്കുന്നതിനും അപ്പുറമായിരിക്കും. പക്ഷെ അവിടെയും ഇന്ത്യ കരുതലോടെ നീങ്ങി. അങ്ങനെ പാകിസ്ഥാനെ മുക്കും മൂലയും ലോകത്തിന്റെ തീവ്രവാദ ശക്തികളുടെ A to Z കാര്യങ്ങളും അറിയാവുന്ന ഒരാളാണ് അജിത് ഡോവൽ എന്ന് പറയുന്നത്. ആ അജിത് ഡോവലിനെ കാന്തപുരം കാണണമെങ്കിൽ അതിലെന്തോ സംതിങ് ഫിഷി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണ് എങ്കിൽ എന്തോ ഒരു കാര്യം നടക്കാൻ പോകുന്നത് തടയുക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ കാന്തപുരത്തിന്റെ ലക്ഷ്യം. നേരത്തെ ISROയിലൊക്കെ അജിത് ഡോവൽ ആരും അറിയാതെ വന്നിട്ട് പോയതും അവിടെ ചില നീക്കങ്ങൾ നടത്തിയതിൻ്റെ ഒക്കെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്തോ ഒരു പരിപാടികൾ എവിടെയൊക്കെ ഇരുന്ന് ഏതൊക്കെയോ അജ്ഞാതന്മാർ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനെ വേരോടെ അറുത്ത് കളഞ്ഞോ അതോ അറുക്കുന്നതിന് മുന്നോടിയായി ചില കാര്യങ്ങൾ, ചില രഹസ്യങ്ങൾ കൈമാറാൻ കാന്തപുരം പോയതാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. രഹസ്യങ്ങൾ ഒരിക്കലും കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാർ പുറത്തുവിടാറില്ല. അതുകൊണ്ട് നമുക്ക് ഇതിൽ എത്രത്തോളം വ്യക്തത പുറത്തു വരും എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. എങ്കിലും കാത്തിരിക്കാം.